ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻമലയിലെ ക്വാറിക്കെതിരെ സമരം ശക്തമാകുന്നു. RD ഓഫീസ് ധർണ സംഘടിപ്പിച്ച് സമരസമിതി. ക്വാറി പൂട്ടിയേ മതിയാകൂ എന്ന മുദ്രാവാക്യം ഒരേ വികാരത്തിൽ ഏറ്റുപിടിച്ച് പനമണ്ണ പ്രദേശവാസികളായ നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. പരിസ്ഥിതി പ്രവർത്തകൻ U അയ്യപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംവിധാനങ്ങളുടെ കൺസെന്റ് വേണം. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജിയോളജി, മൈനിങ് ആൻഡ് ജിയോളജി, പെസോ, ഇവരുടെയൊക്കെ ലൈസൻസ് കിട്ടിയ അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭയിൽ വരുന്നു. പ്രകാശൻ മാഷ് സംസാരിച്ചതിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഒറ്റപ്പാലം നഗരസഭ സെക്രട്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരൊക്കെ കൊണ്ട് കടലാസ് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ ഭരണഘടനയുടെ 73-74 ഭരണഘടന ഭേദഗതി നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അറിയാം. ഒരു നാടിന്റെ അല്ലെങ്കിൽ അർബൻ ഏരിയയുടെ ജനങ്ങളുടെ ജീവിതം അപകടകരമായ രീതിയിലേക്ക് ആരെങ്കിലും പ്രവർത്തനം നടത്തുമ്പോൾ അത് തടഞ്ഞ് ആ നാടിനെ രക്ഷിക്കേണ്ട ആത്യന്തിക ചുമതല അതായത് പ്രാദേശിക സർക്കാരുകൾക്കാണ്. അതായത് പഞ്ചായത്തോ നഗരസഭയോ കോർപ്പറേഷനോ. ഈ ഒറ്റപ്പാലം നഗരസഭ ഈ കൺസെന്റ് ഒക്കെ വന്ന് ഇവിടെ കോറി പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലോ അതോ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോ അവിടെ പോയി അവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ സമീപിച്ച് എന്തെല്ലാം ഈ കോറി പ്രവർത്തനം നടക്കുമ്പോൾ അപകടകരമായിട്ട് എന്തെല്ലാം സംഭവിക്കുന്നത് പരിശോധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം പെസോ. സമരസമിതി ചെയർപേഴ്സൺ അർച്ചന സജിത്ത് അധ്യക്ഷയായി. കൺവീനർ N ഷിബു സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, കോൺഗ്രസ് നേതാവ് NK ജയരാജൻ, മുസ്ലിം ലീഗ് നേതാവ് PMA ജലീൽ, കേരള കോൺഗ്രസ് നേതാവ് തോമസ് ജേക്കബ്, BJP നേതാവ് A സ്വരൂപ്, സ്വതന്ത്ര മുന്നണി നേതാവ് AP ഉമൈബാൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ IM സതീശൻ, പ്രവാസി സംഘം പ്രവർത്തക K നന്ദിനി മേനോൻ, മുൻ കൗൺസിലർ C സജിത്ത്, ആനങ്ങനടി പഞ്ചായത്ത് മെമ്പർ പ്രദീപ് കുമാർ, PB ബാലചന്ദ്രൻ, സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം SR പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്വാറിക്കായി വിവിധ വകുപ്പുകൾ നൽകിയ അനുമതികൾ പുനഃപരിശോധിക്കണമെന്നും ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം. പ്രദേശത്തെ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ്4U ഓൺലൈൻ, ഒറ്റപ്പാലം.